രാപകൽ സമരത്തിന്റെ 100ാം ദിനം പ്രതിഷേധ ജ്വാല തീർത്ത ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിനു മുന്നിലെ സമരപ്പന്തലിൽ പന്തം കൊളുത്തി പ്രതിഷേധിച്ചു. സമരത്തിന്റെ 4ാം ഘട്ടമായ സഞ്ചരിക്കുന്ന രാപകൽ സമരയാത്രയുടെ പര്യടനം തുടരുകയാണ്. രാപ്പകൽ സമരം 100 ദിവസം പിന്നിടുന്നതിന്റെ ഭാഗമായാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. കവിയത്രിയും എഴുത്തുകാരിയുമായ റോസ്മേരി പ്രതിഷേധ ജ്വാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമരം 100ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ 100 തീപ്പന്തങ്ങൾ കൊളുത്തിയാണ് ആശാപ്രവർത്തകർ പ്രതിഷേധിച്ചത്. ആശമാരുടേത് ധർമ്മസമരമാണെന്നും വിജയിക്കുക തന്നെ ചെയ്യുമെന്നും സമരപ്പന്തലിലെത്തിയ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. നിങ്ങളുടെ ധർമ്മസമരത്തിനൊപ്പമാണ് കേരളത്തിന്റെ ജനമനസ്. കേരള സർക്കാരിന്റെ ധിക്കാരം അത് ജനങ്ങൾ സഹിക്കില്ല. നിങ്ങളോട് കാണിക്കുന്ന ക്രൂരത. ഈ സമരം നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആശാ വർക്കർമാർ ഒറ്റയ്ക്കല്ല. ആശാ വർക്കർമാരെ ഒരിക്കലും നിരാശരാക്കില്ല. സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് ആശാ വർക്കർമാർ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. സമരപ്പന്തലിൽ എത്തുന്നവരുടെ എണ്ണമെടുക്കലാണ് മുഖ്യമന്ത്രിയുടെ പണിയെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് S. മിനി പരിഹസിച്ചു. ഓണറേറിയം വർദ്ധിപ്പിക്കുക, കുടിശ്ശികയും ഇൻസെന്റീവും വിതരണം ചെയ്യുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷമായി ഉയർത്തുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഴിഞ്ഞ ഫെബ്രുവരി 10 മുതൽ ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപകൽ സമരം ആരംഭിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ആശാ വർക്കർമാരുടെ ആനുകൂല്യം നിഷേധിക്കുന്ന സർക്കാർ കോടികൾ ചെലവിട്ട് 4ാം വാർഷിക മാമാങ്കം നടത്തുകയാണെന്നാണ് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ആരോപിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.